ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നുള്ളത് കാസർഗോഡ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവളുടെ റൂമിൻ്റെ ജനൽ തുറന്നാലുള്ള ഒരു കാഴ്ചയാണിത്. മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഇവിടെ. ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നാളെയാണ് പ്രോഗ്രാം, ഇന്ന് അതിൻ്റെ റിഹേഴ്സലാണ്. അപ്പോൾ റിഹേഴ്സലിന് പോകാനായിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യം തന്നെ അവളുടെ വീടിൻ്റെ ഭാഗത്തുകൂടെ കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ നടന്നു. അപ്പോൾ തലേ ദിവസം ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷേ അന്നത്തേക്കാളും ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട് റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. നല്ല രസമുള്ളൊരു ഏരിയയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവളുടെ വീട് നിൽക്കുന്ന ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് ഓടിപ്പടഞ്ഞ് റിഹേഴ്സലിന് ഓൾറെഡി ലേറ്റായി കുറച്ച്. അപ്പോൾ റിഹേഴ്സലിനായിട്ട് പോവുകയാണ്. ബോവിക്കാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ റിഹേഴ്സൽ. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ അന്നത്തെ ആക്സിഡൻറ്റിന് ശേഷം അധികം ദൂരമൊന്നും അങ്ങനെ വണ്ടി ഓടിക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയിട്ടാണ് ഇപ്പോൾ കുറച്ച് ദൂരമൊക്കെ വണ്ടി ഓടിക്കുന്നത്. പക്ഷെ അതിങ്ങനെ നല്ലൊരു സ്ഥലത്ത് കൂടെ ആയതുകൊണ്ട് ഒരു പ്രത്യേക രസമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിഹേഴ്സലിൻ്റെ ടൈമിൽ ഞാൻ ചെറിയ വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തു വയ്ക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അത് അവിടെ എത്തിയപ്പോൾ വിട്ടുപോയി. അങ്ങനെ കുട്ടികളുടെ പാരൻസ് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തതാണ്. റിഹേഴ്സൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ബേക്കൽ ഫോർട്ട് പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോവിക്കാനത്ത് വണ്ടി വെച്ചിട്ട് അവിടുന്ന് ബസ്സിന് പോവുകയാണ് ഉണ്ടായത്. ഞങ്ങൾ ലാസ്റ്റ് ടൈം ഫ്രണ്ട്സുമായിട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോഴും ഇതുപോലെ ബേക്കൽ ഫോർട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബേക്കൽ ഫോർട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ 2-3 ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളും ഒക്കെ അന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ നമ്മൾ കുറച്ച് പേരുള്ളത് കൊണ്ട് ഒരു ജീപ്പിൽ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഒരു ഫുൾ ഡേ അങ്ങനെ കറങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അന്നത്തെ ബേക്കൽ ഫോർട്ടിൻ്റെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വീണ്ടും ഒരു വട്ടം എന്തായാലും കാസർഗോഡ് വരുന്ന സമയത്ത് ബേക്കൽ ഫോർട്ട് പോകണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു വീക്ക് ഡേ ആയിരുന്നിട്ട് കൂടെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറുകയാണ്. ഏകദേശം 35 ഏക്കറിന് മുകളിലുണ്ട് കേട്ടോ ഈ ഒരു ബേക്കൽ ഫോർട്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ഗാർഡനും അതുപോലെ വരുന്ന വഴിയിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഇതുപോലെ ഒരുപാട് ഗോപുരങ്ങളാണ്. ഇതിൻ്റെയൊക്കെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അടിപൊളി വ്യൂവും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗോപുരം. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ കയറുന്നതിന് മുന്നേ ബാക്കിയെല്ലാം ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ചെങ്കല്ലുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടുത്തെ നടപ്പാതകളും ഒക്കെ ചെങ്കല്ലുകൊണ്ടാണ്. പിന്നെ ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ 3 ഭാഗത്തും കടലായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്നാലും ആ ഒരു ബീച്ചിൻ്റെ വ്യൂ കിട്ടും. നല്ല കാറ്റുമാണ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്കാണ് പോയത്, പക്ഷേ മഴക്കാറൊക്കെ ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ വെയിലില്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാൻ.
അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഷോപ്പുകൾ പല സ്ഥലങ്ങളായിട്ടുണ്ട്. അവിടെ നമുക്ക് സ്നാക്സും വെള്ളവും ഐസ്ക്രീമും ഒക്കെ കിട്ടും. ഇനി നമ്മൾ പോകുന്നത് കടലിനോട് കുറച്ചും കൂടെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഗോപുരത്തിലേക്കാണ് കേട്ടോ. അതിങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണം. അവിടെയാണ് നമ്മൾ ബോംബെ സിനിമയിലെ ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ കുറേ സമയം ഇരുന്നു. കുറേ സമയം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് താഴേക്ക് പോയത്. നല്ല രസമാണ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ബീച്ച് കാണാനായിട്ട്. ഭയങ്കര രസം, നല്ല കാറ്റും മഴക്കാറും, മൊത്തത്തിൽ അടിപൊളി വൈബായിരുന്നു. അശ്വതി ഇങ്ങനെ പറയുമായിരുന്നു, സാധാരണ ദിവസങ്ങളിൽ അധികം തിരക്കില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഇവിടെ വന്നിരുന്ന അങ്ങനെ ഇരുന്ന് പോകും എന്നുള്ളത്. വെയിലും കൂടി ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര രസമാണ് ഇവിടെ അങ്ങനെ വെറുതെ വന്നിരിക്കാനായിട്ട്. ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഒരു സൈഡിൽ പോയിരുന്ന് കടലിൻ്റെ കുറച്ചിങ്ങനെ വീഡിയോസ് എടുത്തു. നല്ല രസമാട്ടോ ഇവിടെ നിന്നിട്ട്. ഇങ്ങനെ തിരമാല, വലിയ തിരമാല വരുവാണെങ്കിൽ പാറയിൽ ഇങ്ങനെ അടിച്ച് നല്ല രസമാണ്. വെള്ളമൊക്കെ ഇങ്ങോട്ട് തെറിക്കും. അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അവിടെ ഒരു ഗാർഡ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനും നമുക്കും 2 ഫോട്ടോസൊക്കെ എടുത്തു തന്നു. കുറച്ച് സമയം അവിടെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫോർട്ടിൻ്റെ അപ്പുറത്തെ സൈഡ് കാണാനായിട്ട് ഇങ്ങനെ നടന്നു. അപ്പോഴേക്കും ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറി തുടങ്ങുന്നുണ്ടായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ 1-2 സ്ഥലത്ത് ഇതുപോലൊരു സംഭവം കണ്ടു. ഇതിങ്ങനെ ഒരു ജലസ്രോതസ് പോലെ, ഒരു കുളം പോലെയാണെന്ന് തോന്നുന്നു. അങ്ങനെ താഴേക്ക് സ്റ്റെപ്പൊക്കെ ആയിട്ട്. പക്ഷെ അവിടേക്ക് ഇറങ്ങി കാണാനൊന്നും പറ്റില്ല. അവിടെ ഒരു ഗ്രില്ല് വെച്ച് അവർ പൂട്ടിയിട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇതാണ് മറ്റൊരു കുളം പോലെയുള്ള ആ ഒരു സംഭവം. ഇതിലേക്ക് കുറേ സ്റ്റെപ്സൊക്കെ ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോകാനൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. മുകളിൽ നിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. പിന്നെ ഇത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു വലിയ ഒരു ഗോപുരമാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഫോർട്ട് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അതൊരു അടിപൊളി കാഴ്ചയാണ്. മാത്രമല്ല ഈ കോട്ടയുടെ അങ്ങനെ ചുറ്റുമുള്ള ഒരു മതിലും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ബേക്കൽ ബീച്ചിൻ്റെ ഒരു വ്യൂവും നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലെത്തുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം വീഡിയോസൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തൊട്ടടുത്ത ദിവസം, പ്രോഗ്രാമിൻ്റെ ദിവസം എടുത്ത കുറച്ച് ക്ലിപ്സും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ പരിപാടിയുടെ വീഡിയോസൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഡാൻസിൻ്റെ കുട്ടികളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് സമയം അവിടെ നിന്ന് കണ്ടിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.